നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഈ ഫിയാത്ത് മിഷൻ അത് ചെറിയ എളിയ തോതിൽ ആരംഭം കുറിച്ചു. പക്ഷേ അതിന്ന് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മുന്നേറ്റമായിട്ട് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവാഞ്ചലൈസേഷൻ്റെ വളരെ ഫലപ്രദമായ ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. ഫിയാത്ത് മിഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണല്ലോ പഴയ പേപ്പറെല്ലാം കളക്ട് ചെയ്ത് അത് വിശുദ്ധ ഗ്രന്ഥം അടിക്കാനുള്ള പേപ്പറാക്കി മാറ്റുക എന്ന് പറയുന്നത്. വിവിധ ഭാഷകളിലേക്ക് അത് ബൈബിൾ തർജ്ജമ ചെയ്ത് അത് ആളുകൾ എത്തിക്കുക. പെന്തക്കോസ്ത് തിരുനാളിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ വിവിധ ഭാഷകൾ സംസാരിക്കുന്നതോടെ എത്തിയിരുന്നു. പക്ഷേ എല്ലാവർക്കും അവരുടേതായ ഭാഷയിൽ ആ വചനം കേൾക്കാൻ സാധിക്കും. മനുഷ്യൻ സംസാരിക്കുന്ന ഓരോ ഭാഷയിലും ദൈവത്തിൻ്റെ വചനം ലഭ്യമാക്കുക എന്ന് പറയുന്നത് ആ തരത്തിലുള്ള പെന്തക്കോസ്ത് അനുഭവത്തിൻ്റെ മറ്റൊരു രീതിയിലുള്ള ഒരു തുടർച്ചയായിട്ട് കാണാൻ സാധിക്കും. അതൊക്കെ പുതിയൊരു ഇനിഷ്യേറ്റീവാണ്, ഒരു സംരംഭകത്വം പറയാം നമ്മുടെ ആധുനിക ഭാഷയിൽ. അപ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും വളരെ പ്രചോദനം നൽകുന്നതാണ്. സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. സഭാതങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നു. സഭയാവുന്ന അമ്മ ഈ ഫിയാത്ത് മിഷൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാകട്ടെ, വ്യാപകമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആത്മീയ ഭൗതിക മേഖലകളിൽ സമ്പന്നമായ 2000 വർഷത്തെ പാരമ്പര്യമുള്ള കേരള സഭയ്ക്ക് താരതമ്യേന പരിമിതമായ സാഹചര്യങ്ങളിൽ പിച്ചവയ്ക്കുന്ന ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായി 2017 മുതൽ ദൈവാത്മ പ്രേരിതമായി ഫിയാത്ത് മിഷൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിഷൻ കോൺഗ്രസുകളാണ് GGM മിഷൻ മഹാസംഗമങ്ങൾ. കേരളത്തിനകത്തും പുറത്തും നിന്നുമുള്ള നിരവധി അഭിവന്ദ്യ പിതാക്കന്മാരുടെ മഹനീയ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്ന GGM എന്ന ഈ അന്തർദേശീയ സംഗമങ്ങൾ ഇതിനോടകം തന്നെ ഏറെ പ്രശസ്തമായി കഴിഞ്ഞു. ആദ്യത്തെ GGMൽ പങ്കെടുക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് ഉള്ളിൽ പ്രചോദനം തന്നു. ഞങ്ങൾ 3-4 സിസ്റ്റേഴ്സ് അതിൽ പങ്കെടുത്തു. അവിടെ വെച്ച് 2 അഭിവന്ദ്യ പിതാക്കന്മാരുടെ ടോക്കിൽ വന്ന ഒരു ആശയം, നിങ്ങൾ ഇത്രയധികം സിസ്റ്റേഴ്സും അച്ഛന്മാരും കേരളത്തിലുണ്ട്, ഈ ഒറീസയിലും അതുപോലെ സ്ഥലങ്ങളിലുമൊക്കെ ധാരാളം ആദിവാസികളൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് അവിടെ പോയി ഇത് പ്രാർത്ഥിക്കാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കുകയില്ലേ എന്നൊരു ചോദ്യം. വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രചോദനമായി. അത് ശരിയാണല്ലോ, ഭാഷയും നോക്കണ്ട, ഒന്നും വേണ്ട, അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞങ്ങൾ PMA സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും മിഷനാണ് ഞങ്ങളുടെ ബ്ലഡിൽ. എപ്പോഴും യേശുവിനെ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് യേശുവിനെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഫിയാത്ത് മിഷൻ ഞങ്ങളുടെ വെബ്സൈറ്റിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അതേ ചിന്താഗതിയുള്ള ആൾക്കാരെ നോക്കിയിട്ടാണ് ഞാൻ സീറ്റിൽ ബ്രദറിനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് 2015. സീറ്റിൽ ബ്രദർ പറഞ്ഞു ഇങ്ങനൊരു GGM അതിൽ മിഷനെ പരിചയപ്പെടുത്താനും മിഷനെ സ്നേഹിക്കാനും മിഷനെ വളർത്താനുമുള്ള ഒരു വേദി ഒരുക്കുന്ന ഇതാണ്. എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചിരിക്കുന്നത് അവരുടെ ദൈവപരിപാലനയിലുള്ള കടുത്ത ഒരു എന്താ പറയുക ഉത്തേജനമെന്നോ പ്രാർത്ഥനയിലൂടെ പവർഫുൾ പ്രെയർ എന്നാണ് ഞാൻ പറയാറ്. പവർഫുൾ പ്രെയർ, ഇൻ്റർസെസറി പ്രേയേഴ്സ്, പവർഫുൾ പ്രൊവിഡൻസ് ഓഫ് ഗോഡ് ആൻഡ് പവർഫുൾ പെർസിവറൻസ്. മിഷനെ അറിയാനും സ്നേഹിക്കാനും വളർത്താനും കേരള സഭയ്ക്ക് ലഭിക്കുന്ന അസുലഭ അവസരങ്ങളാണ് വർഷം തോറും സംഘടിപ്പിക്കപ്പെടുന്ന മിഷൻ കോൺഗ്രസുകൾ. അഖിലേന്ത്യാ തലത്തിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ മിഷൻ കേന്ദ്രങ്ങൾ തങ്ങളുടെ മിഷനെ പരിചയപ്പെടുത്തുന്ന നിരവധി സ്റ്റാളുകളോട് കൂടിയ അതിവിപുലമായ എക്സിബിഷൻ. മിഷനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്കായി സംഘടിപ്പിക്കപ്പെടുന്ന മിഷൻ ധ്യാനം വ്യത്യസ്ത സംസ്കാരത്തിലുള്ള
മിഷൻ കേന്ദ്രങ്ങൾ അവതരിപ്പിക്കുന്ന കൾച്ചറൽ എക്സ്ചേഞ്ച് പരിപാടികൾ, വിവിധ റീത്തുകളിലുള്ള പിതാക്കന്മാരുമായി തുറന്ന് സംസാരിക്കാൻ വേദിയൊരുക്കുന്ന മീറ്റ് ദ ബിഷപ്പ് തുടങ്ങി നിരവധി പരിപാടികൾക്ക് എല്ലാ വർഷവും GGM വേദിയാകുന്നു. എല്ലാ ദിവസവും വിവിധ റീത്തുകളിലെ അഭിവന്ദ്യ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെടുന്ന വിവിധ ഭാഷകളിലുള്ള വിശുദ്ധ ബലിയോടെ ആരംഭിക്കുന്ന GGMൽ വൈദികർ, സിസ്റ്റേഴ്സ്, സെമിനാരിക്കാർ, അൽമായ ശുശ്രൂഷകർ, കാറ്റക്കിസം അധ്യാപകർ, കാറ്റക്കിസം വിദ്യാർത്ഥികൾ, യുവാക്കൾ, ജോലിയിൽ നിന്നും വിരമിച്ചവർ, ഹിന്ദി സംസാരിക്കുന്നവർ, വലിയ കുടുംബങ്ങൾ തുടങ്ങിയവർക്കായി വ്യത്യസ്ത കൂട്ടായ്മകൾ വിവിധ ദിവസങ്ങളിലായി ഒരുക്കി വരുന്നു. നിരവധി അഭിവന്ദ്യ പിതാക്കന്മാർ ദിവ്യബലി അർപ്പിക്കുകയും തങ്ങൾ കേൾപ്പിക്കപ്പെട്ട മിഷൻ പ്രദേശങ്ങളെ പരിചയപ്പെടുത്തുകയും തങ്ങളുടെ മിഷൻ അനുഭവം പങ്കുവെക്കുകയും ചെയ്യുന്നത് കേരള സഭാ മക്കൾക്ക് മറക്കാനാകാത്ത ഒരു മിഷൻ അനുഭവം സമ്മാനിക്കുന്നു. മറ്റു പരിപാടികൾക്ക് നേതൃത്വം നൽകാനും പങ്കെടുക്കാനുമായി ബഹുമാനപ്പെട്ട വൈദികരുടെയും സന്യസ്തരുടെയും നീണ്ട നിര തന്നെ GGMൽ എത്താറുണ്ട്. ചിത്രങ്ങളിലൂടെയും വിവരണങ്ങളിലൂടെയും ബൈബിൾ ചരിത്രവും അറിവുകളും അവതരിപ്പിക്കുന്ന അതിവിപുലമായ ബൈബിൾ എക്സ്പോ, വിശ്വാസികളിൽ മിഷൻ തീഷ്ണത വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഷോർട്ട് ഫിലിമുകൾ പ്രദർശിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റ്, ഭാരതത്തിനകത്തും പുറത്തും സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന മിഷണറിമാരെ ആദരിക്കുന്ന മിഷൻ അവാർഡ് സെറിമണി എന്നിവ GGMൻ്റെ ആകർഷക ഘടകങ്ങളിൽ ചിലതാണ്. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മ്യൂസിക് ബാൻഡുകൾ മിഷൻ മഹാസംഗമങ്ങൾ സംഗീത സാന്ദ്രമാക്കാറുണ്ട്. ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻ വഴി ഭാരതസഭയ്ക്കുണ്ടായ അനവധിയായ നന്മകളാണ് GGM തുടർന്നും സംഘടിപ്പിക്കാൻ പ്രേരകമായത്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞ നമ്മുടെ യേശുവിനെ GGMലൂടെ മിഷനെ പരിചയപ്പെടുത്താനായിട്ടും മിഷനെ സ്നേഹിക്കാനായിട്ടും മിഷനെ വളർത്താനായിട്ടും ഒത്തിരി സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് GGM തന്നിട്ടുണ്ടായിരുന്നു. 2025 നടക്കുന്ന GGM അതും വളരെ പ്രയോജനപ്രദമായിരിക്കും. എല്ലാ സമർപ്പിതർക്കും വൈദികർക്കും അൽമായർക്കുമെല്ലാം അതിലൂടെ വളരെയേറെ നന്മകൾ ലഭിക്കും എന്നത് തീർച്ചയാണ്. കഴിഞ്ഞ വർഷം തൃശ്ശൂരിൽ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. ആ ഒരു നല്ല ഓർമ്മകളുമായി നിൽക്കുമ്പോൾ ഒത്തിരിയേറെ സഭയുടെ ആ ഒരു വലിയ ആഢ്യത്വം മനസ്സിലാക്കാനും അതുപോലെ തന്നെ തിരുസഭ എത്രമാത്രം ലോകം മുഴുവനിലും വ്യാപിച്ചിട്ടുണ്ടെന്നും ഈശോയുടെ സ്നേഹം ലോകം മുഴുവനും പങ്കുവെച്ചു കൊടുക്കുന്നുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു വലിയ അവസരം കൂടിയാണ്. ഇതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിച്ച ഒത്തിരിയേറെ അൽമായ സഹോദരങ്ങൾ ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന അവരുടെ ആ വലിയ തീഷ്ണത, ഈശോയെ പ്രഘോഷിക്കാൻ, ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുവാനും ബൈബിള് ഫ്രീ ആയിട്ട് കൊടുത്ത് എല്ലാവരിലേക്കും വചനം എത്തിക്കാനുള്ള ഒരു വലിയ പരിശ്രമം, അതോടൊപ്പം കൂടുതൽ പേരെ ഈ സന്യാസം വിളി സ്വീകരിക്കാൻ, ദൈവവിളി സ്വീകരിക്കാനുള്ള ഒരു വലിയ ഒരവസരവും അതിനുള്ള ഒരു വലിയ സാഹചര്യവുമാണ് ഇതിലൂടെ നമുക്ക് കരഗതമാകുന്നത്. അപ്പോൾ ഈ അടുത്ത വർഷം 2025 ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെ നടക്കുന്ന ആ വലിയ ദൈവാനുഭവത്തിലേക്ക്, ആ ദൈവാനുഗ്രഹത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയും സാധിക്കുന്നവരൊക്കെ അതിൽ പങ്കെടുത്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും നമ്മുടെ കത്തോലിക്ക സഭയുടെ ആ ഒരു വലിയ നന്മ, ആഢ്യത്വം, നമ്മൾ എത്രമാത്രം വലിയ ഒരു കുടുംബത്തിലാണ് അംഗമായിരിക്കുന്നത്. ഓരോരുത്തരും മിഷണറിമാരാണ്. ആ മിഷണറി ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കാനുമൊക്കെ ഒരു വലിയ സാഹചര്യം ദൈവം ഒരുക്കി തരുകയാണ് കുറേ സഹോദരങ്ങളിലൂടെ. നമുക്കെല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ തീർച്ചയായിട്ടും എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മിഷൻ കോൺഗ്രസിലെ എക്സിബിഷൻ വഴി മിഷനിലെ നേർചിത്രങ്ങൾ ഹൃദയത്തിൽ പകർത്തിയ പല കുട്ടികളും യുവാക്കളും വൈദികരും സന്യസ്തരുമാകുവാൻ തീരുമാനമെടുക്കുകയുണ്ടായി. ദൈവവിളി ശുഷ്കമാകുന്നു എന്ന പരാതി ഉയർന്നു കേൾക്കുന്ന ഇക്കാലയളവിലും GGM വഴി ദൈവവിളി ലഭിക്കുന്നവരുടെ സംഖ്യ വർഷം തോറും കൂടി വരുന്നു. മിഷൻ ധ്യാനത്തിൽ സംബന്ധിച്ച പല അൽമായരും ജീവിതകാലയളവിൽ കുറച്ചുനാളെങ്കിലും മിഷനിൽ ശുശ്രൂഷ ചെയ്യുവാൻ സന്നദ്ധത അറിയിച്ച് കടന്നുപോയി. അനവധി ഗ്രാമീണ ദൈവാലയങ്ങൾ മിഷനിൽ നിർമ്മിക്കപ്പെടാൻ മിഷൻ കോൺഗ്രസുകൾ നിമിത്തമായി.
മിഷൻ പ്രദേശങ്ങളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുവാൻ മിഷൻ കോൺഗ്രസ് സന്ദർശിച്ച ആബാലവൃദ്ധം ജനങ്ങൾക്ക് സാധിച്ചു. മിഷനെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുവാൻ അനേകർ സന്നദ്ധരായി മുന്നോട്ട് വരുന്നു. ഇത്തരത്തിൽ സഭയ്ക്ക് ലഭിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾ വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് ഫിയാത്ത് മിഷൻ ഓരോ വർഷവും GGM മിഷൻ കോൺഗ്രസ്സുകൾ അതിവിപുലമായി സംഘടിപ്പിച്ചു വരുന്നത്. 1.5 പതിറ്റാണ്ടിലേറെയായി അഭിവന്ദ്യ പിതാക്കന്മാരുടെ ആശീർവാദത്തോടെ ശ്രദ്ധേയമായ ശുശ്രൂഷകൾ നിർവഹിച്ച് ഫിയാത്ത് മിഷൻ പ്രവർത്തിച്ചു വരുന്നു. ബൈബിളില്ലാത്ത ഭാഷകളിൽ ബൈബിൾ നിർമ്മിച്ച് ലോകമെങ്ങുമുള്ള മിഷൻ മേഖലകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ബൈബിൾ നിർമ്മാണ വിതരണ ശുശ്രൂഷ, മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷ, മിഷൻ മേഖലകളിലെ ധ്യാന ശുശ്രൂഷകൾ എന്നിങ്ങനെ മിഷനെ പരിപോഷിപ്പിക്കാനായി പ്രതിജ്ഞാബദ്ധരായ ഫിയാത്ത് മിഷൻ്റെ രക്ഷാധികാരികൾ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ, ബിഷപ്പ് ചാക്കോ തോട്ടുമാരിക്കൽ SVD, ബിഷപ്പ് തോമസ് മാർ അന്തോണിയോസ് എന്നീ അഭിവന്ദ്യ പിതാക്കന്മാരാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലായി നടത്തപ്പെട്ട GGMന് ശേഷം 6ാമത് GGM മിഷൻ കോൺഗ്രസിന് വേദിയായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ തിരുഹൃദയ ദേവാലയം, ക്രിസ്തുജ്യോതി ക്യാമ്പസ് എന്നീ ഇടങ്ങളെയാണ്. 2025 ഏപ്രിൽ മാസം 28 മുതൽ മെയ് മാസം 4-ാം തീയതി വരെ നടക്കുന്ന ഫിയാത്ത് മിഷൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന GGM ഗ്രേറ്റ് ഗാദറിംഗ് മിഷൻ, അതിനെല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. സഭയുടെ ആ പ്രേക്ഷിത ദൗത്യം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല പ്രസ്ഥാനമാണ്, നല്ല ഒരു മൂവ്മെൻ്റാണ് ഈ ഫിയാത്ത് മിഷൻ. വളരെ നന്മകൾ ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ധാരാളം ഒക്കേഷൻസ്, ദൈവവിളികൾ ഉണ്ടാകുന്നു. ബൈബിളിൻ്റെ പ്രചാരണം, ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നു. ഈ രീതിയിൽ ഫിയാത്ത് മിഷൻ ചെയ്യുന്ന ദൈവരാജ്യത്തിനു വേണ്ടി നടത്തുന്ന ശുശ്രൂഷകൾ വളരെയധികം വിലപ്പെട്ടതാണ്, അഭിനന്ദനീയമാണ്. ഈ അടുത്ത 6ാമത്തെ GGMലെ പരമാവധി ആൾക്കാർ സംബന്ധിച്ച് അതിൻ്റെ ഫലം എടുക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഫിയാത്ത് മിഷൻ്റെ GGMൻ്റെ എല്ലാ പ്രവർത്തകരെയും സംഘാടകരെയും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയപ്രദമാകട്ടെ, ദൈവത്തിൻ്റെ മഹത്വത്തിനും സഭയുടെ വളർച്ചയ്ക്കും അത് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. 2025 ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെ തീയതികളിലായി നടക്കുന്ന ഈ വർഷത്തെ GGM മിഷൻ കോൺഗ്രസ് കൂടുതൽ മിഷൻ ഉണർവ് നമുക്ക് സമ്മാനിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം.